ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 709 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 47 സങ്കീർത്തനം 1 തിരുവചനമാണ്. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർക്കുവിൻ. റീമ ക്യാൻസർ ബാധിതയാണ്. ക്യാൻസർ സെൻ്ററിൽ ചികിത്സയിലാണ്. 30 കോഴ്സ് റേഡിയേഷൻ പൂർത്തിയാക്കാനുണ്ട്. അങ്ങനെ റേഡിയേഷൻ ആരംഭിച്ചു. റേഡിയേഷൻ പൂർത്തിയായപ്പോൾ റീമ ക്യാൻസർ മുക്തയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ച് ചികിത്സ പൂർത്തിയാക്കിയ രോഗികൾ ആശുപത്രിയിൽ ക്രമീകരിച്ചിട്ടുള്ളതായ മണി അടിക്കണമെന്ന് നിയമമുണ്ട്. ഈ മണിക്ക് ക്യാൻസർ മുക്ത മണി എന്നാണ് പറയുന്നത്. ഈ ആഘോഷത്തിൽ മണിയടിക്കുവാനുള്ളതായ ഉത്സാഹത്തിൽ റീമ കുറച്ച് ശക്തി കൂട്ടിയാണ് മണിച്ചരടിൽ പിടിച്ച് വലിച്ചത്. മണിച്ചരട് പൊട്ടി അവൾ താഴെ വീണു. കൂടി നിന്നിരുന്ന എല്ലാവരും അത് കണ്ട് ചിരിച്ചു. പ്രിയമുള്ളവരെ, തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ ആഘോഷിക്കുവാൻ ഇസ്രായേലിനെ ആഹ്വാനം ചെയ്യുമ്പോൾ സങ്കീർത്തനക്കാരൻ പ്രബോധിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ ആർക്കുവിൻ എന്നാണ്. കൈകൊട്ടി ദൈവത്തിന് സ്തുതി പാടുവാൻ ആണ്. ജീവിതത്തിൽ സംഘർഷങ്ങളുണ്ട്. അത് ആരോഗ്യപരമാകാം, അത് സാമ്പത്തികപരമാകാം, ചിലപ്പോൾ ജീവിതത്തിലെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളുമാകാം. എല്ലാ സംഘർഷങ്ങളിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരം ലഭിച്ചു എന്ന് വരികയില്ല. എന്നാലും എപ്പോഴും വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ദൈവത്തിൽ ശരണപ്പെടുവാനും എപ്പോഴൊക്കെയാണോ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കൃപയും ഒക്കെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, അപ്പോഴെല്ലാം സന്തോഷത്തോടെ ആഘോഷിച്ച് ദൈവത്തിന് നന്ദി കരേറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപയും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.